ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റ 19-കാരി ആശുപത്രി വിട്ടു. തിരുവനന്തപുരം പാലോട് സ്വദേശിനി ശ്രീകുട്ടി 2 മാസത്തിലധികമായി കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തീവ്രപരിചരണത്തിനും ചികിത്സയ്ക്കും ശേഷമാണ് ശ്രീകുട്ടി ഡിസ്ചാർജ് ആയത്. നവംബർ 2-നായിരുന്നു മദ്യപിച്ച് ട്രെയിനിലെത്തിയ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്കിട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം ഡിസംബർ 25-നാണ് ശ്രീകുട്ടിയെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലച്ചോറിനേറ്റ ഗുരുതര ക്ഷതം കാരണം ബോധമില്ലാതെയും ശ്വസിക്കാനും ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥയിലായിരുന്നു ശ്രീകുട്ടി. ഇടതു തോളിനും പരിക്കേറ്റിരുന്നു. അമൃത ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം മേധാവി ഡോക്ടർ രവിശങ്കരൻ, ഡോക്ടർ ആനന്ദ് രാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തുടർ ചികിത്സ. എൻ്റെ പേര് പ്രിയദർശിനി. ഞാൻ ശ്രീകുട്ടിയുടെ അമ്മയാണ്. മോള് ഒരു ആക്സിഡന്റ് പറ്റി. നവംബർ 2-ാം തീയതി നൈറ്റ് 8:45 8-9 മണി ആയി കാണും. അവള് ആലുവയിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് വരുന്ന വഴിയിൽ കേരള എക്സ്പ്രസിനകത്തുനിന്ന് പുറത്തേക്ക് ചവിട്ടിയിട്ടതാണ്. അത് അതിനകത്തുണ്ടായിരുന്ന ഒരു സഹയാത്രികൻ തന്നെ രണ്ടുപേരും കൂടിയുള്ള എന്തോ സിഗരറ്റ് വലിച്ചതിന്റെ തർക്കമാണ് മെയിനായിട്ട് പറയുന്നത്. ആ ഒരു സംസാരത്തിനിടയിൽ അത് കഴിഞ്ഞു ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അവളെ പുറത്തേക്ക് ചവിട്ടിയിടുന്നത്. അതും വാഷ്റൂമിൽ പോയിട്ട് അവളുള്ള കൂട്ടുകാരും കൂടി വന്ന് ജസ്റ്റ് ആ വാതുക്കലുണ്ടായിരുന്നു. വാതുക്കൽ ഇരിക്കുമ്പോഴായിരുന്നു പുറകെ നിന്ന് വന്ന് ചവിട്ടിയിടുന്നത്. അതും ആരും എത്തിപ്പെടാത്തൊരു സ്ഥലത്താണ് വീണ് കിടന്നത്. ട്രെയിനിൽ നിന്ന് വന്ന ആൾക്കാരാണ് മോളെ എടുത്ത് ട്രെയിനിൽ ഇട്ടിട്ട് വർക്കല എത്തിച്ച്, വർക്കലിൽ നിന്ന് പോലീസും ബാക്കി എല്ലാവരും കൂടി ചേർന്നിട്ട് അവളെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. മെഡിക്കൽ കോളേജിൽ ഞങ്ങളൊരു 52 ദിവസം ഉണ്ടായിരുന്നു. 45 ദിവസത്തോളം ICUലായിരുന്നു. അത് കഴിഞ്ഞൊരു 9 ദിവസം വാർഡിൽ നിന്ന് ഞങ്ങൾ അമൃതയിൽ കൊണ്ടുവരുമ്പോൾ അവളുടെ അവസ്ഥയെന്ന് പറയണത് ഒരേ കണക്ക് കിടക്കുകയാണ്. പ്രത്യേകിച്ച് സംസാരം ഇല്ല. ഇടതു ഭാഗം ഒന്നുമില്ല. ഇടതു ഭാഗം എന്ന് വെച്ചാൽ കാലനക്കില്ല, കൈ അനക്കില്ല, കണ്ണ് തുറക്കില്ല, ആരെ തിരിച്ചറിയില്ല. കണ്ണ് തുറന്ന് ഒരു കണ്ണ് മാത്രം, വലത് കണ്ണ് മാത്രം തുറക്കും, എല്ലാവരെയും നോക്കുമെന്നല്ലാതെ ഇടത് കണ്ണ് തുറക്കേ ഇല്ലായിരുന്നു. വേറെ ഒന്നും അറിയില്ല. ഒരേ കണക്ക് കിടക്ക് തന്നെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ 2 മാസം ഡിസംബർ 25 ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ എത്തുന്നത്. അന്നു മുതൽ ഈ ദിവസം വരേക്കും ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സ്, ഓർത്തോ, ENT, അതുപോലെ കണ്ണ് ഡോക്ടർ, അങ്ങനെ ഒരുപാട് പേര്, PMR ഡോക്ടറാണ് മെയിനായിട്ട് പറയേണ്ടത്. അവരൊറ്റ ആൾക്കാർ കാരണമാണ് ഇപ്പോഴത്തെ ഈ നിലയിൽ അവളിപ്പോൾ സംസാരിക്കും, ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അവള് പിടിച്ചാൽ എണീച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് അവളെ തിരിച്ചു കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ചെറിയ പ്രശ്നങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. മുഖ്യമന്ത്രി ഇടപെട്ടിട്ടാണ് അമൃത ഹോസ്പിറ്റലിൽ ഇതുവരെയുള്ള ഈ 2 മാസവും 5 ദിവസവും ഉള്ള ചികിത്സകൾ ഫുള്ളും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തന്നത്. രവി സാറും ആനന്ദ് സാറും അവരുടെ ടീമുമാണ് മോളെ നോക്കിയത്. ഇപ്പോൾ അവൾ ഓക്കെ ആണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.